തന്റെ വ്യാപാര നയ പരിഷ്കരണത്തിന്റെ മറ്റൊരു പ്രധാന ഭാഗമായി അമേരിക്ക എല്ലാ സ്റ്റീൽ അലൂമിനിയം ഇറക്കുമതികൾക്കും 25% തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ന്യൂ ഓർലിയൻസിലെ NFL സൂപ്പർ ബൗളിലേക്കുള്ള യാത്രാമധ്യേ ഞായറാഴ്ച എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ടിരിക്കവേ ചൊവ്വാഴ്ച തന്നെ താരിഫുകൾ പ്രഖ്യാപിക്കുമെന്നും അത് ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ പുതിയ താരിഫ് ആരെയാണ് ലക്ഷ്യമിടുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ മറ്റു രാജ്യങ്ങൾ ചുമത്തുന്ന താരിഫ് നിരക്കുകൾ തുല്യമായി അമേരിക്ക ഈടാക്കുമെന്നും ഇത് എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാണെന്നും അദ്ദേഹം ഊന്നി പറയുന്നു. വളരെ ലളിതമായി പറഞ്ഞാൽ, അവർ നമ്മിൽ നിന്നും നിരക്ക് ഈടാക്കുകയാണെങ്കിൽ ഞങ്ങൾ അവരിൽ നിന്നും നിരക്ക് ഈടാക്കുന്നു. ട്രംപ് തന്റെ പരസ്പര താരിഫ് പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. 2016 മുതൽ 2020 വരെയുള്ള തന്റെ ആദ്യ വൈറ്റ് ഹൗസ് കാലയളവിൽ ട്രംപ് സ്റ്റീലിന് 25%, അലൂമിനിയത്തിന് 10% തീരുവ ഏർപ്പെടുത്തി. എന്നാൽ പിന്നീട് കാനഡ, മെക്സിക്കോ, ബ്രസീൽ എന്നിവയുൾപ്പെടെ നിരവധി വ്യാപാര പങ്കാളികൾക്ക് ഡ്യൂട്ടി ഫ്രീ ക്വാട്ടകൾ അനുവദിക്കുന്നു. മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ ക്വാട്ടകൾ ബ്രിട്ടൻ, ജപ്പാൻ, യൂറോപ്യൻ യൂണിയൻ എന്നിവരിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. എല്ലാ സ്റ്റീൽ അലൂമിനിയം ഇറക്കുമതികൾക്കും 25% തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പറയുന്നു. പരസ്പര താരിഫ് പദ്ധതിയെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ നൽകുന്നതിനായി ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ വാർത്താ സമ്മേളനം നടത്തുമെന്നും ട്രംപ് പറഞ്ഞു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം അമേരിക്കയുടെ സ്റ്റീൽ ഇറക്കുമതിയുടെ ഏറ്റവും വലിയ സ്രോതസ്സുകൾ കാനഡ, ബ്രസീൽ, മെക്സിക്കോ എന്നിവയാണ്. തൊട്ടു പിന്നാലെ ദക്ഷിണ കൊറിയയും വിയറ്റ്നാമും ഉണ്ട്. അതേസമയം 2024 ആദ്യ 11 മാസത്തെ മൊത്തം ഇറക്കുമതിയുടെ 75% കാനഡയിൽ നിന്നുമായിരുന്നു വന്നത്. ഇത് അമേരിക്കയിലേക്ക് പ്രാഥമിക അലൂമിനിയം ലോഹം വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയ മാർജിനാണ്. ഓട്ടോ ഇറക്കുമതിക്ക് യൂറോപ്യൻ യൂണിയന്റെ 10% തീരുവ അമേരിക്കൻ കാർ നിരക്കാരായ 2.5%-ക്കാൾ വളരെ കൂടുതലാണെന്നും ട്രംപ് വളരെ കാലമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യൂറോപ്പ് നമ്മുടെ കാറുകൾ കൊണ്ടുപോകില്ല എന്നും, എന്നാൽ എല്ലാ വർഷവും അറ്റ്ലാന്റിക് കടന്ന് ദശലക്ഷക്കണക്കിന് കപ്പലുകൾ പടിഞ്ഞാറോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു.